ഞെട്ടി ഉണരുകയാണ് അമ്മ എന്ന് വിളിച്ചു. അപ്പം ആ പയ്യനെ ഇന്നലെ ആശുപത്രി അഡ്മിറ്റാക്കി. അവന് നല്ല പനിയും ശ്വാസം മുട്ടലും ഒക്കെ ആയി. അപ്പം അവന് എത്ര കാലം ഈ അമ്മ എന്ന് വിളിക്കുന്നതിന് ആ പയ്യൻ മറുപടി പറയണം ഈ കുഞ്ഞിനോട്? സുഹൃത്തുക്കളെ നമസ്കാരം. ഇപ്പം വിഴിഞ്ഞത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ നടന്ന 2 ആത്മഹത്യ, ഫൈനാൻസിൽ ജോലി ചെയ്യുന്ന 2 യുവതികൾ ആത്മഹത്യ ചെയ്തായിരുന്നു. അതിൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾ ന്യൂസിലും അതുപോലെ തന്നെ പത്രങ്ങളിലും ഒക്കെ വായിച്ചറിഞ്ഞു കാണും, സോഷ്യൽ മീഡിയയിലൊക്കെ അറിഞ്ഞു കാണും. അപ്പോൾ ഈ യുവതികളെ ചതിച്ചത് സിന്ധു എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. അവർ വലിയ രീതിക്കുള്ള ഒരു ചതി നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ യുവതികളെ ഉപയോഗിച്ചുകൊണ്ട് നിസാര ശമ്പളത്തിന് ജോലി ചെയ്യുന്ന യുവതികളെ കരുവാക്കിക്കൊണ്ട് സ്വർണം വൻതോതിൽ അടിച്ചു മാറ്റി അവരുടെ ഒരു അക്കൗണ്ടിൽ നിന്നുള്ള ട്രാൻസാക്ഷൻ തന്നെ 1.5 കോടിക്ക് മുകളിലാണ്. അത് ഈ കേസിലെ മുഖ്യപ്രതിയായ സിന്ധു പോലീസ് കസ്റ്റഡിയിലാണ്. അപ്പോൾ പോലീസുകാർ പല രീതിക്കും അന്വേഷണങ്ങൾ നടത്തുകയാണ്. അപ്പോൾ ഇവരുടെ അക്കൗണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഒരു അക്കൗണ്ടിലേക്ക് വന്നത് 1.5 കോടി രൂപയാണ്. അപ്പം ഇതുപോലെ അനേകം അക്കൗണ്ടുകൾ അനേകം ബാങ്കുകളിലായിട്ട് അവർക്കുണ്ട്. അപ്പോൾ അത് പോലീസ് എല്ലാം സൈബർ വിങ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ സൂര്യ ഫിനാൻസിലുള്ള യുവതികളുമായിട്ടാണ് ഇടപാടുകൾ നടത്തിയതെങ്കിലും റെസിപ്റ്റ് കൊടുത്തിരിക്കുന്ന മുരളി ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ പൂട്ടിപ്പോയൊരു സ്ഥാപനത്തിൻ്റെ റെസിപ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെ ഫൈനാൻസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ സ്ത്രീ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. പോലീസ് എന്തായാലും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇനിയും അറിയാൻ കഴിയും. സോഷ്യൽ മീഡിയ വഴിയാണ് ഈ ഒരു വിവരം കിട്ടിയത്. കാരണം അവർ മുരളി ഫൈനാൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ രസീത് വെച്ചിട്ടാണ് ബാക്കിയുള്ള തട്ടിപ്പുകളൊക്കെ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്ന തട്ടിച്ച കുറേ പൈസ കൊണ്ടൊക്കെ അവരുടെ സ്വന്തമായിട്ട് 1.5 കോടി രൂപയ്ക്കുള്ള വീടൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുട്ടയ്ക്കാടൊക്കെ. അപ്പോൾ ഈ മരണപ്പെട്ട കുട്ടികൾ തലേ ദിവസം മരിക്കുന്നതിന് മുമ്പേ ആയിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും കുറച്ച് പൈസയെങ്കിലും തന്ന് ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് നിൽക്കാൻ വഴിയില്ല, അപ്പോൾ പോയി ചത്തൂടെ, നീയൊക്കെ പോയി ചാകുക എന്നാണ് പറഞ്ഞത്. അപ്പോഴും ഇവർ സ്വന്തമായിട്ട് ഈ തട്ടിച്ച പൈസ കൊണ്ട് മുട്ടയ്ക്കാട് രണ്ടാമതൊരു വീടിൻ്റെ പണിയിലാണ്. രണ്ടാമതൊരു വീടിൻ്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. 17ലധികം പരാതികൾ ഈ സിന്ധുവിനെതിരെ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ 1.25 കിലോയിലധികം വരുന്ന സ്വർണ്ണ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ലഭിച്ച വിവരം അനുസരിച്ചാണിത്. ഇനി ഇതിലും കൂടാനേ ചാൻസ് ഉള്ളൂ, ഒരിക്കലും കുറയാൻ ചാൻസ് ഇല്ല. ഈ സിന്ധുവിന് പുറമേ നിന്നുള്ള രാഷ്ട്രീയപരമായിട്ടായാലും അതുപോലെ തന്നെ വ്യക്തിബന്ധങ്ങളായാലും പുറമേ ഒരുപാട് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സഹായങ്ങൾ ലഭിക്കാതെ ഈ ഒരു ഇത്രയും വലിയൊരു ക്രൈം ചെയ്യാൻ ഈ ഒരു സ്ത്രീക്ക് സാധിക്കുകയില്ല. അതിൻ്റെ വിവരങ്ങളെല്ലാം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈബർ വിങ് വഴിയും അതുപോലെ തന്നെ പല രീതിക്കും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഈ കേസ് നേരെ ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് വലിയൊരു സാമ്പത്തിക ക്രമക്കേടും വിശ്വാസവഞ്ചനയും ചെയ്തതാണ്. അപ്പോൾ ഇതെന്തായാലും ക്രൈംബ്രാഞ്ച് പൂർണ്ണമായിട്ടും തെളിയിക്കും. ഈ മരണപ്പെട്ട ഐശ്വര്യയെക്കുറിച്ചും അഞ്ജുവിനെ കുറിച്ചും അറിയാവുന്ന ഒരു വാർഡ് മെമ്പർ നമ്മുടെ അടുത്തുണ്ട്. അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയാണ് മെമ്പർ ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്? പെൺകുട്ടികൾ ഇങ്ങനെ ദാരുണമായിട്ട് കൊല്ലപ്പെടേണ്ട അവസ്ഥ വന്നത് എങ്ങനെയാണ്? സൂര്യ ഫൈനാൻസിലാണ് ആ കുട്ടി ജോലിക്ക് പോകുന്നതെന്നുള്ളത് അറിയാം. പിന്നെ ആ വീടുമായിട്ട് എനിക്കൊരു അടുപ്പമുണ്ട്. ഒരു സന്തോഷകരമായിട്ട് ഭാര്യയും ഭർത്താവും ഒരു കുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബജീവിതമായിരുന്നു. പിന്നെ അവൻ ജോലി ചെയ്ത് കുടുംബം പുലർത്തിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്തും അതിനുശേഷം ഇദ്ദേഹം ഈ ഐശ്വര്യ എന്നൊരു കുട്ടി ഫൈനാൻസിൽ പോയതിന് ശേഷം വേറെ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. കഴിഞ്ഞ മാസം ജൂൺ 30 ഇവർ ഏഞ്ചൽ ഹോസ്പിറ്റലിൽ വൈകുന്നേരമാണെന്ന് തോന്നുന്നു, എന്തായിരുന്നാലും അഡ്മിറ്റായി. അവിടെ ഛർദിലും വയറ്റിലൊക്കെ ആയിട്ടാണ് ഈ കുട്ടി അഡ്മിറ്റ് ആവണത്. അപ്പോൾ അവിടുന്ന് എൻ്റെ പിറ്റേ ദിവസം വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ വാർഡിൽ ആരാണ് ഇതുപോലെ ഷാർജ കുടിച്ച് ഫുഡ് പോയ്സണാണ് അഡ്മിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം പേര് പറഞ്ഞു തന്നപ്പോഴത്തേക്ക് ഞാൻ ഇതേപോലെ വിളിച്ച് ചോദിച്ചു, ആരാണെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഐശ്വര്യയാണെന്ന് പറഞ്ഞു. ഐശ്വര്യയുടെ വീട്ട് അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു. അവനെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് കാര്യങ്ങളെല്ലാം വേറൊന്നും അറിഞ്ഞില്ല. മാമി അത് പനിയായതുകൊണ്ട് ഇടയ്ക്ക് തണുത്ത ഷാർജ കുടിച്ചതാണെന്ന് അറിഞ്ഞു. പിന്നെ വേറൊന്നിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല. ഇടയ്ക്ക് 4, 5 തീയതികളിൽ നമുക്ക് പാർട്ടിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു കോവളത്ത്. അവിടെ വെച്ചാണ് ഞാൻ അറിയുന്നത് ഈ കുട്ടി മരിച്ചതായിട്ട്, അഞ്ചു എന്ന് പറഞ്ഞ കുട്ടി മരിച്ചതായിട്ട് അറിയുന്നത്. അപ്പോൾ അതെങ്ങനെയെന്നുള്ള അറിഞ്ഞപ്പം എൻ്റെ വീട്ടിനടുത്തുള്ള കുട്ടി ഐശ്വര്യ എന്ന് പറഞ്ഞ കുട്ടി സീരിയസ് ആയിട്ട് മെഡിക്കൽ കോളേജിലാണെന്ന് അറിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എന്താണ് സംഭവിച്ചതെന്നുള്ള ഒടുക്കം തിരക്കിയപ്പം ഫൈനാൻസുമായിട്ടുള്ള ബന്ധമാണ്. ഈ പൈസ ഉരുപ്പടി കാണാതായ പ്രശ്നമാണ്. അത് ഏകദേശം 75 പവനോളം ഉരുപ്പടി ആ കുട്ടികൾ ഇവിടെ സിന്ധുവിനെ വിശ്വസിച്ചു സിന്ധു വന്ന് വാങ്ങിക്കൊണ്ടുപോയി. അങ്ങനെ പല പ്രാവശ്യങ്ങളിൽ സിന്ധു വന്ന് ഉരുപ്പടി വാങ്ങിക്കൊണ്ടു പോവുകയും അത് ആദ്യം അവർ തിരിച്ചു കൊടുക്കുകയും പൈസകൾ പിന്നെ വില കുറഞ്ഞ രീതിയിൽ KSFയിൽ എവിടെ പണയം വെച്ച് അവർക്ക് പൈസ കൊടുക്കുകയും സമയബന്ധിതമായിട്ട് എടുത്തു കൊടുക്കുകയും ചെയ്തു. അതിൽ വിശ്വസ്തത പിടിച്ച് പറ്റിയതിന് ശേഷം സിന്ധു ഈ വലിയ ഉരുപ്പടികൾ വാങ്ങി അവസാന ഘട്ടം ആയപ്പോഴത്തേക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യ ഘട്ടം വന്നപ്പോഴത്തേക്ക് അവർ സിന്ധുവിന് സമീപിച്ചപ്പോൾ സിന്ധു പറഞ്ഞു അങ്ങനെയുള്ളൊരു ഉരുപ്പടി ഇല്ല,
അങ്ങനെ നിങ്ങൾ എനിക്ക് തന്നോ, അതിനുള്ള രേഖ എന്തോന്ന്. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് രണ്ട് കുട്ടികളെ എന്ത് ചെയ്യണമെന്ന് ഐശ്വര്യയുടെ വീട്ടിൽ അറിയിച്ചിട്ടേ ഇല്ല. ഐശ്വര്യയുടെ വീട്ടിലെ രാജീവ് എന്ന് പറഞ്ഞ പയ്യന് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഇത്രയും വലിയൊരു ചതിയിൽ അവൾ പെട്ടുപോയെന്നും. പക്ഷേ മുൻപ് ഈ ചതി വരുന്നതിന് മുൻപ്, ഇത് പെടുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു എന്ന് അവനോട് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഈ ആത്മഹത്യയെന്ന് ഒരു വട്ടം ഒഴിവാക്കാമായിരുന്നു. 4ാമത്തെ ദിവസമാണ് ഈ കുട്ടി ഡോക്ടറോട് പറയുന്നത് ഞാൻ എലിവിഷം കഴിച്ചു. ആശുപത്രിയിൽ എത്തിയപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞ് ഐശ്വര്യ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പോൾ അതിനു മുമ്പ് തന്നെ മജിസ്ട്രേറ്റിനെ വിട്ട് A to Z വരെയുള്ള സിന്ധുവിനെതിരെയുള്ള എല്ലാ മൊഴികളും സിന്ധുവിന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല, ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. കാരണം കുടുംബങ്ങളും അനാഥയാണ്. അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെ സ്വർണ്ണമാണ് അടിച്ചോണ്ട് പോയിരിക്കുന്നത്. കാരണം ഈ നിവർത്തിയില്ലാതെ കൊണ്ട് പണയം വെക്കുന്ന അപ്പൊ അവരുടെ ഇതിനകത്ത് അവരുടെ ശാപം ഇവർക്കുണ്ട്. തീർച്ചയായിട്ടും ഈ 2 മരണം നടന്നതിന് ശേഷമാണ് ഇതെല്ലാം പുറത്തു വന്നത്. അല്ലെങ്കിൽ ഇതൊരു വലിയ ചെയിൻ ആയിട്ടുള്ള വലിയ കോടിക്കണക്കിന് രൂപയുടെ ഒരു കള്ളത്തരത്തിലേക്ക് പോയേനെ. ഇതിൽ സിന്ധു മാത്രമാണോ? സിന്ധു വെറും ഒരു ബിനാമി മാത്രം. ഇനി ഒരു ഏജന്റ് വേണമല്ലോ. ഇപ്പൊ ഞാൻ തരുന്ന സാധനം നിങ്ങൾക്ക് വിറ്റഴിക്കാൻ ഒരു ഏജന്റ് വേണം. സിന്ധുവിന്റെ പിറകിലും വൻ ശക്തികളുണ്ട്. അവര് പിടിപാടുള്ളവരാണ്, അവര് മേൽത്തട്ടിൽ പിടിപാടുള്ളവരാണ്. അതുകൊണ്ട് മാത്രമാണ് അവർ ഈ നാട്ടിൽ MDMA-ക്കാളും അവർ വിരഹിച്ച് നടക്കുന്നത്. പാവപ്പെട്ട വീടുകളിലെ സ്വർണ്ണ ഉരുപ്പടികൾ വാങ്ങിക്കൊണ്ടുപോയി പണയം വയ്ക്കുകയും അതിനെ ഏജന്റ് വഴി വിറ്റെടുത്ത് പണം ഉണ്ടാക്കി അവർ തിരികെ നൽകാതെ ഇതിനിടയ്ക്ക് ഇവർ ഇമിറ്റേഷൻ സാധനം കൊണ്ട് കൊടുത്തു. ഇവർ അത്രയും തൻ്റെ ഇടത്തോടെ ഈ നാട്ടിൽ ജീവിച്ചു. അവർ പിടിക്കപ്പെട്ടിട്ടില്ല. അവർ താമസിച്ചിരുന്ന പനങ്ങോടാണ്. അവർ പാപ്പനംകോട് ഒരു ഫൈനാൻസ് ഇട്ടിരിക്കണമെന്ന് ഇപ്പം ഞാൻ അറിഞ്ഞു. സിന്ധു ഫൈനാൻസ് ഇട്ടിരിക്കുകയാണ് പാപ്പനംകോട് എന്നാണ് അറിവ്. ഒരു മുരളി ഫിനാൻസ് ഉണ്ട്, പിന്നെ ശ്രീഹരി ഫിനാൻസ് ഉണ്ട്. അപ്പം ഇതിനൊരു പ്രചോദനം കൊടുത്തത് ആര്? സിന്ധുവിന് ഇതിനുള്ള രുചി കൊടുത്തത് ആര്? സിന്ധുവിൻ്റെ വീട്ടിൽ ഒരു ബാധ്യതകളുമില്ല, കടക്കെണിയിലല്ല. സിന്ധു നല്ല റേഞ്ചിലുള്ള ഫാമിലിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് യാതൊരു പരാധീനതകളുമില്ല. അപ്പം അവർ ഇതിൽ രുചി പിടിച്ചു കഴിഞ്ഞു. എല്ലാ തെളിവുകളും സിന്ധുവിനെതിരെ. സിന്ധു പറയണം സിന്ധുവിൻ്റെ പിറകിൽ ആരാണ് പ്രവർത്തിച്ചത്. സിന്ധു വെളിച്ചത്ത് കൊണ്ടുവരണം അവരെ. അതുപോലെ തന്നെ ഈ 2 യുവതികളുടെ മരണത്തോടു കൂടി അവരുടെ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ഭർത്താവും എല്ലാം അനാഥമായിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്തതും തെറ്റാണ്. പക്ഷേ ഇവരുടെ ദൗർബല്യങ്ങളെ ചെറിയ ഒരു 10 കുറച്ച് ലാഭം കിട്ടുമെന്നുള്ള രീതിയിൽ ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ചെയ്തത് അവരുടെ ജീവൻ തന്നെ എടുക്കുന്ന അവസ്ഥയിലേക്ക് പോയി. സിന്ധു ആണിത് ചെയ്തു എന്നും സിന്ധുവിൻ്റെ പിറകിൽ ഒരു വൻ ശക്തികളുകൊണ്ടാണ് സിന്ധുവിന് ഈ പൈസ എവിടെ പോയി എന്ത് പോയി എങ്ങനെ ചിലവാക്കണമെന്ന് സിന്ധുവിന് അറിയാൻ നല്ലവണ്ണം. നല്ലൊരു ആർമി ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായിട്ട്, എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ്റെ അമ്മയായിട്ട്, നല്ലൊരു ജീവിക്കാൻ നിലവാരമുള്ള ഒരു കോടീശ്വരൻ്റെ മകളുടെ അമ്മയായിട്ട് ഒക്കെ ജീവിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് അവരെയെങ്കിലും ഒന്ന് സാഹചര്യപ്പെടുത്തി ഞാൻ സമൂഹത്തിൻ്റെ ഒപ്പം അങ്ങനെ ആവാൻ പാടില്ല. അപ്പം ഇവരുടെ ഉദ്ദേശം എന്താണ്? 1.5 കോടി രൂപയുടെ എന്തോന്നോ അക്കൗണ്ട് ഇന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഇവരുടെ അക്കൗണ്ട് എല്ലാം മരവിപ്പിക്കണം. അക്കൗണ്ട് എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം ഇവരുടെ പേർക്കായിരിക്കില്ല, സിന്ധുവിൻ്റെ പേർക്കായിരിക്കില്ല. സിന്ധു പലരുടെയും പേർക്കായിരിക്കും അക്കൗണ്ടുകൾ എടുത്തിട്ടുള്ളത്. അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം ഇവർ ഇനി ഈ നാട്ടിൽ ഇങ്ങനെ മേഞ്ഞ് നടക്കാനായിട്ട് അനുവദിക്കരുത്. അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സിന്ധുവിൻ്റെ ഒരു ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൊസൈറ്റികളുമായിട്ടും അതുപോലെ തന്നെ പല ലോക്കൽ ഫൈനാൻസുമായിട്ടുള്ള ഇടപാടുകളൊക്കെ സിന്ധുവിനുണ്ട്. അപ്പം ആരുടെയൊക്കെ ഈ പറയുന്ന റെസിപ്റ്റ് വെച്ചിട്ടാണ് ഇവർ തട്ടിപ്പ് നടത്തിയെന്ന് അറിയാൻ കഴിയില്ല. ഇനിയും കുറച്ചുകൂടെയൊക്കെ വെളിയിൽ വരാനുണ്ട്. ആരുടെയൊക്കെ കൈകൾ ഇതിനകത്ത് ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ള കാര്യം അറിയാനുണ്ട്. അപ്പോൾ എന്തായാലും പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഫൈനാൻസുകൾ വേറെ ഉണ്ടോ എന്നുള്ള കാര്യത്തിലും ഒരു ആഴ്ചക്കകത്ത് കറക്റ്റ് നമുക്ക് വിവരങ്ങൾ അറിയാൻ പറ്റും. ഇന്ന് ഏതോ ഒരു പുള്ളിക്കാരൻ ഒരു ചാനലിൽ ഞാൻ കണ്ടു, ലോറി ഓട്ടിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സൂര്യ ഫൈനാൻസ് ഇട്ടിരിക്കുന്ന വ്യക്തിയെന്നും ഈ 3 സ്ത്രീകളും കൂടെ അദ്ദേഹത്തെ കബളിപ്പിച്ചു എന്ന് ഇദ്ദേഹം പറയണത് കേട്ടു. ഏതടിസ്ഥാനത്തിൽ? അപ്പം അതിൽ കൂടെ ഞാൻ മനസ്സിലാക്കിയതിൽ ഒരാൾ ഇദ്ദേഹം ആയിരിക്കും ഒരു കണി. 2 കുട്ടികൾ, ആ കുട്ടികളെ പെൺകുട്ടികളെ അടുത്തുള്ള ജീവിതം എങ്ങനെയാണെന്ന് പോലും മനസ്സിലാക്കാതെ അയാൾ പറയുന്നത് കേട്ട് ഈ 3 പേരും കൂടെ, ഈ 3 സ്ത്രീകളും കൂടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവന് എത്ര സത്യം പറഞ്ഞാൽ തന്തയ്ക്ക് പറക്കാത്തവരെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ അവന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഒരു സ്ത്രീ അല്ലെ 2 കുട്ടികൾ ആത്മഹത്യ ചെയ്തപ്പോൾ അവൻ പറയാം അവരോട് ചേർന്നുണ്ട് ഇവനെയും പൊക്കണം. കാരണം എന്റെ അഭിപ്രായത്തിൽ അവനെ പിടിച്ച കാര്യങ്ങളെല്ലാം അറിയാം, മൊത്തം പറയും. സൂര്യ ഫൈനാൻസ് സാറം ജയിലിനകത്തായിരുന്നു. ഇപ്പം പുള്ളി വെളിയിലാണോ എന്ന് എനിക്കുണ്ട്. ഞാൻ ഈ പുള്ളിക്കാരനെ കണ്ടിട്ടില്ല. അവള് ഒരു സ്ത്രീയാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല. അവൾ ഒരു പെൺകുട്ടിയുടെ അമ്മയാണ്. അവളുടെ മകൾക്കാണ് ഈ ഒരു ദുർഗതി വന്നാൽ അവൾ സഹിക്കൂ?
ആ വീട്ടിനകത്ത് 2 വീട്ടിൽ നമ്മളിപ്പോൾ ചെയ്യുന്ന ആ ചെന്ന് കാണുമ്പോൾ കാണാൻ ദുരാവസ്ഥകൾ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. ആ ഒരു കുട്ടി ഉണരുകയാണ് രാത്രി അമ്മ എന്ന് വിളിച്ച്. കണ്ണകി ഞെട്ടി ഉണരുകയാണ് അമ്മ എന്ന് വിളിച്ച്. അപ്പം ആ പയ്യനെ ഇന്നലെ ആശുപത്രി അഡ്മിറ്റാക്കി. അവന് നല്ല പനിയും ശ്വാസമുട്ടലും ഒക്കെ ആയി. അപ്പം അവന് എത്ര കാലം ഈ അമ്മ എന്ന് വിളിക്കുന്നതിന് ആ പയ്യൻ മറുപടി പറയണം ഈ കുഞ്ഞിനോട്? ആ മനസാക്ഷിയില്ലാത്ത ഈ സ്ത്രീ, നീചയായ സ്ത്രീ, ഞാനതേ പറയുള്ളൂ അവളെ, നീചയായ ഈ സ്ത്രീ, മനുഷ്യരഹിതവുമില്ലാത്ത ഈ സ്ത്രീ, ദുഷ്ടലാക്കോടി ജീവിക്കുന്ന സ്ത്രീ, കാപാലികരുടെ നാട്ടിൽ ജീവിക്കുന്ന കരിഞ്ചന്തക്കാരി എന്നതിനെ ഞാൻ പറയുന്നത്. ആ ഇതാണ് ഇവക്ക് യോജിച്ചത്. അവൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. ഈ സിന്ധു മാത്രമല്ല ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരു സ്ത്രീ മാത്രമായിട്ട് ഇത്രയും വലിയൊരു ക്രൈം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ തന്നെ നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വൻ ശൃംഖല തന്നെ ഉണ്ടെന്നാണ് ഒരു അറിവ് കിട്ടി. എന്തായാലും 2 പാവം പിടിച്ച യുവതികളുടെ ജീവൻ പോയി.